രാവിലെ 9 മണിയായി. ദൈവണീറ്റു. ഹായ് ഇവാ, ഗുഡ് മോർണിംഗ്. ഇവാക്ക് നാണാവുകയാണ്. ഇവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിരിഞ്ഞ് കിടന്ന് എണീക്കണമെന്നുണ്ട്. ഒരു ചിരിയൊക്കെ ചിരിച്ച് ഞാനപ്പോൾ ആ സമയത്ത് തന്നെ കർട്ടനെല്ലാം ഒന്ന് മാറ്റി ജനലൊക്കെ ഒന്ന് തുറന്നു വിടാം. അപ്പോൾ ഇത്രയും നേരം എയറൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുകയാണ് റൂമിൽ, ഒരു ഫ്രഷ് എയറൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഇനി ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി കർട്ടനൊക്കെ മാറ്റുമ്പോൾ തന്നെ റൂമും നല്ല വെളിച്ചം കേട്ടോ. റൂമിൽ വേറൊന്നും ചെയ്യേണ്ട കാര്യം, ലൈറ്റൊന്നും ഇടേണ്ട കാര്യമില്ല, നല്ല വെളിച്ചമാണ്, ചുറ്റും ജനലാണ്. ഇനി ഈവാനെ എടുത്ത് മാറ്റിയിട്ട് വേണം എനിക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കാൻ. അപ്പോൾ ഞാൻ പുതപ്പൊക്കെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുവാണ്. ബെഡ്ഷീറ്റൊക്കെ മാറ്റി വെച്ചു. ഇനി തലയോണയൊക്കെ മാറ്റി ഇനി ഈവാനെ ഇവിടെ നിന്ന് എടുത്ത് എണീപ്പിച്ചിട്ട് വേണം അടുത്ത പരിപാടി. അപ്പോൾ ഈവാനെ ഞാൻ പയ്യെ എണീപ്പിക്കുവാണ്. ഇവ കൊല്ലം കുഴപ്പമൊന്നുമില്ല. മുടിക്കുന്ന സൈഡിലേക്ക് ആക്കി മാറ്റിയിട്ട് ബെഡൊക്കെ ഒന്ന് വിരിച്ചു തരണം. രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡെല്ലാം വിരിച്ചു വിടുകയാണ്. ഈ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടപ്പോൾ സന്തോഷമായി. ദൈവ കരച്ചിൽ തുടങ്ങി. പയ്യെ എണീറ്റ് പോയിട്ട് 2-3 പല്ലുണ്ട്. ആ പല്ലൊന്ന് ഞാൻ ചുമ്മാ തേപ്പിക്കും. കാരണം അതൊരു ശീലമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ ഒന്ന് തേപ്പിക്കും. അതിനുള്ള വഴക്കാണ് ഈ കാണിക്കുന്നത്. അതിനുശേഷം മുഖമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. അതിനൊക്കെ മടിയാട്ടോ, അതൊക്കെ ചെയ്യാൻ അവർക്ക് മടിയാണ്. എന്നാലും ചുമ്മാ നിന്നൊക്കെ തരും. ഒരുപാട് വാശിയൊന്നുമില്ല. ഇനി മുടി ഫ്രണ്ടിൽ കുറച്ച് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ചീകി ഒന്ന് കെട്ടി വയ്ക്കാമെന്ന് ഓർത്താണ്. അനങ്ങാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒന്നും അനങ്ങാണ്ടിരിക്കില്ല. ചില ദിവസമൊക്കെ അതപ്പം തന്നെ കുറച്ച് കളയും. ഇപ്പോൾ എന്തോ അനങ്ങാണ്ടിരിക്കുവാണ്, എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുവാന്നാണ് തോന്നണേ. അപ്പോൾ ഇനി ഈവാനെ അവിടെ നിന്ന് എണീപ്പിച്ച് പയ്യെ താഴേക്ക് കൊണ്ടുപോകണം. അതിന് മുമ്പ് കുറച്ച് നേരം ഞങ്ങളൊന്ന് കളിക്കും. കുറച്ച് നേരം ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നൊക്കെ ഓർത്ത്, ആ ചിണക്കൊക്കെ ഒന്ന് മാറട്ടെ എന്ന് ഓർത്തുകൊണ്ട് ചിണക്കൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയാണ് ആൾ താഴെ ചെല്ലുമ്പോൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയുള്ളൂ. അതിന് വേണ്ടി കേട്ടോ. അപ്പോൾ ആളിങ്ങനെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്നിട്ട് എടുക്കാനാണ് ഈ വാശി പിടിക്കുന്നത്. ആ സമയത്തൊന്ന് വീണു, എന്നാലും കുഴപ്പമൊന്നുമില്ല, ആൾ ചിരിക്കുവാണ്. അപ്പോൾ പയ്യെ എന്നോട് എടുക്കാൻ പറഞ്ഞ് ചിണക്കം എടുത്ത വഴി രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഫസ്റ്റ് ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ആദ്യം ബാൽക്കണിയിൽ പോയി അവിടെ അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിനെ ഒന്ന് കണ്ടാലാണ് അവൾക്കൊരു സുഖമുള്ളൂ. രാവിലെ എണീറ്റതേ ബാൽക്കണിയിൽ പോയി അവൾ നോക്കിയിരിക്കുക കേട്ടോ. ഓഗി എന്നാണ് അവളുടെ കൂട്ടുകാരിയുടെ പേര്. ഓഗീനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഓഗി പ്രഗ്നൻ്റ് ആട്ടോ. ഈ വാതിലൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്, തുറക്കാനൊന്നും അറിയില്ല, എന്നാലും ചുമ്മാ തുറക്കാനൊക്കെ ശ്രമിക്കുവാണ്. അപ്പോൾ ഞാൻ ചുമ്മാ തുറന്നു കൊടുക്കും. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താണ്ടൊക്കെ പറയും. പറയണ എന്താണെന്ന് പൂച്ചയ്ക്കും അറിയില്ല, പൂച്ച പറഞ്ഞെന്താണെന്ന് ഈ വാക്കും അറിയില്ല. അങ്ങനെ ഈ വാക്ക് കളിക്കാനൊരു കൂട്ടുകാരിയാണ് ഓഗി. പിന്നെ ഓഗിയുടെ പുറകെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഇപ്പം രാവിലെ തന്നെ ആക്റ്റീവ് ആവാൻ പറ്റിയ ഒരു ആളാണ് ഓഗി. അപ്പോൾ കുറച്ച് നേരം ഓഗിയുടെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഓഗി മൈൻഡൊന്നും ചെയ്യില്ല. ഓഗിക്ക് ഒന്നാമത്തെ നല്ല ക്ഷീണമുണ്ട്, ആൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നല്ല ക്ഷീണത്തിലാണ്. ഇപ്പോൾ കളിയൊന്നുമില്ല, എന്നാലും അവൾ പുറകെ കൂടെ ഇങ്ങനെ വരാനൊക്കെ പറഞ്ഞിങ്ങനെ കളിക്കും. പിന്നെ പൂച്ചേനെയൊക്കെ തൊട്ട കാരണം ഒന്ന് ജസ്റ്റ് കൈയൊക്കെ ഒന്ന് കഴുകിക്കും. തൊട്ടിട്ടൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് കൈ കഴിക്കും. പിന്നെ ആൾ തന്നെ സ്റ്റെപ്പൊക്കെ ഇറങ്ങാനായിട്ട് പഠിച്ചു കേട്ടോ. 1.25 വയസ്സായല്ലോ. പുള്ളിക്കാരി തന്നെ സ്റ്റെപ്പൊക്കെ തന്നെ ഇറങ്ങും. എന്നാലും നമ്മൾ കൂടെ നിൽക്കണം. എന്നാലും അവൾ തന്നെ ഇറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പയ്യെ 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 പിടിച്ച് ഇറങ്ങുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കുറേ കോപ്രായൊക്കെ കാണിക്കും. എന്നാലും പയ്യെ പയ്യെ പിടിച്ച് താഴത്തേക്ക് ഇറങ്ങി പോകുന്നുള്ളൂ. ഇനി അവൾ അവളുടെ ചെയറിലിരിക്കാൻ പോണ പരിപാടിയില്ല. അപ്പോൾ ചെയറിൽ ഇന്ന് വന്നപ്പോൾ ഒരു ആന കയറിയിരിക്കുന്നു. ആനേനെ കണ്ടപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആനയെടുത്ത് മാറ്റിയതാണ് കണ്ടത്. ഇനി ആനയായിട്ടുള്ള മൽപ്പിടുത്തമാണ് കാണാൻ പോകുന്നത്. ഈ ആനേനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പാവം. അതിന് ജീവനുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പോക്കായി. അതിൻ്റെ കൈയും കാലൊക്കെ പിടിച്ച് രണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ അതിൻ്റെ വയറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ആനേനെ ഉപയോഗിച്ച് മടുത്തു. ഈ നിലത്തിൽ നിന്ന് എന്തെങ്കിലും പറക്കാൻ തന്നെയുള്ള പരിപാടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആനയുമായ മൽപ്പിടുത്തം കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഇവാനെ കാണാനില്ല. നോക്കുമ്പോൾ ക്ഷീണിതയായിട്ടാണെന്ന് തോന്നുന്നു. ഡാഡായുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. പുട്ടാണ് കഴിക്കുന്നത്. പുട്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല.
എന്നാലും ആരെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഇത്തിരീശൊക്കെ ആയിട്ട് ആൾ കഴിച്ചോളും. എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചിരുന്ന കഴിക്കുന്നത്. ഇനിയും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പഴം കൂട്ടി വേണമെന്നാണ് പറയുന്നത്. പഴം കൂട്ടി കൊടുത്താൽ സാധാരണ കഴിക്കാറില്ല. പിന്നെ ഓരോ ദിവസം ഓരോ ശീലങ്ങളാണ്. നമുക്ക് നോക്കാം. എന്നെ നോക്കുന്നുണ്ട്. ഞാൻ എന്താ ഈ മൊബൈലും കൊണ്ട് പുറകെ നടക്കുന്നതെന്നാണ് ആൾ നോക്കുന്നത്. എന്തായാലും ഇന്ന് പുട്ടും പഴവും തിന്നിട്ടേ കാര്യമുള്ളൂ എന്ന വാശിയിൽ ഈവ ഒരെണ്ണം കഴിച്ചു. ഇനി ഡാഡ പോകുന്നതെന്ന് നോക്കിയിരിക്കലാണ് ഈവയുടെ പരിപാടി. ഈവാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വീടിൻ്റെ മുൻവശം. എപ്പോഴും അവിടെ തന്നെയായിരിക്കും. ആ പുല്ലിൽ കിടത്തവും കളിയൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ ഇരിക്കും. ഡാഡ പോകുന്നതും കണ്ട് ടാറ്റയും ഉമ്മയെ കൊടുത്തിരിക്കുവാണ് ഈവ. എന്നെ പയ്യെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. വേറെ ഒന്നിനും അല്ല കേട്ടോ, ആൾക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു പുട്ടും പഴവും എടുത്ത് കൈ കൊടുത്തു. ആദ്യം കണ്ടപ്പോൾ ഒന്ന് മടിച്ചെങ്കിലും പിന്നീടത് കയ്യിൽ പിടിച്ച് പയ്യെ നടന്ന് മുമ്പോട്ട് നടന്ന് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്, ഈവാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് മുൻവശമാണ്. വീടിൻ്റെ മുന്നിൽ പോയി അവിടെ ആ പുല്ലിലേ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ചുമ്മാ ഷോയ്ക്കാട്ടോ, ഇതൊന്നും കഴിക്കാനൊന്നും പോണില്ല. പുട്ടൊക്കെ ഓരോ കഷ്ണമൊക്കെ വായിൽ വയ്ക്കുന്നു എന്നുള്ളൂ. ഇത് ഞാൻ തന്നെ വാരി കൊടുത്താലാണ് ശരിക്കും വയറ് നിറയുള്ളൂ. കുറച്ച് നേരം തന്നെ കഴിക്കട്ടെ എന്ന് ഞാൻ ഓർക്കും. ഇനി ഞാൻ തന്നെ ശരണം. ഒന്നോ രണ്ടോ വായൊക്കെ കഴിച്ചാലായി. പുട്ട് വലിയ താല്പര്യമൊന്നുമില്ല. ചില സമയത്ത് കഴിക്കും, ചില സമയത്ത് കഴിക്കില്ല. എന്നാൽ മുട്ടയൊക്കെ പൊരിച്ച് കൊടുക്കുവാണെങ്കിൽ കഴിക്കും. ഇപ്പോൾ മുട്ട ഞാനൊരു സൈഡിൽ ചെറിയ ഇതായിട്ട് പൊരിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും അങ്ങനെ കഴിച്ച് വീടിൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ പ്രകൃതി രമണീയമായ പാടങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൂന്തോട്ടങ്ങളോ ഒന്നും കാണാനില്ല കേട്ടോ. മുമ്പിലൊരു ഗോഡൗണാണ്. അപ്പോൾ അവിടെ വരുന്ന കുറേ വണ്ടികളും ആളുകളെയൊക്കെ നോക്കിയിരിപ്പാണ് ഈവാടെ പരിപാടി. പോണ വഴിക്ക് എല്ലാവരെയും ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ആ പുല്ലിയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പുല്ലിയിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. പുട്ടൊക്കെ ഇത്തിരി കഴിച്ചോളൂ. അത് കഴിഞ്ഞ് മുഖമൊക്കെ ഒന്ന് കഴുകുവാണ്. മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ പയ്യെ നേരത്തേക്ക് വിട്ടു. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം 10-12 മണിയായപ്പോൾ ഞാനൊരു ജ്യൂസ് അടിച്ചു. എല്ലാ ദിവസവും ഒരു ജ്യൂസ് അടിച്ച് കൊടുക്കാറുണ്ട്. ഉള്ളത് വെച്ച് ജ്യൂസ് അടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ നിറയെ ബട്ടർ ഫ്രൂട്ട് ഉണ്ടായിരിക്കുമായിരുന്നു. അപ്പോൾ ബട്ടർ ഫ്രൂട്ട് വെച്ച് ജ്യൂസ് അടിച്ചേക്കണേ. അതിനിടയിൽ പുള്ളിക്കാരി പോയിട്ട് നാനിയുടെ ചെരുപ്പിടാൻ നോക്കുവാണ്. കറക്റ്റ് പാകോട് ചെരുപ്പല്ലേ. അപ്പോൾ ഞാൻ ജ്യൂസ് കൊടുക്കുവാണേ. സാധാരണ ഗ്ലാസ്സിലാണ് കൊടുക്കാറ്. ഇന്ന് അവൾക്ക് തന്നെ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പാത്രത്തിലാക്കിയതാണ്. അപ്പോൾ അവൾക്ക് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. ഇതേ കണ്ടോ, തന്നെ സ്പൂണിട്ട് കുടിക്കാനുള്ള വാശിയാണത്. അതിനിടയിൽ ജ്യൂസ് കുടിച്ച് മേത്തൊക്കെ ആക്കിയാനും ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞു. എന്നിട്ട് ഇതേ ഡാഡ വന്നപ്പോൾ ഡാഡയുടെ കൂടെ കളിക്കാൻ പോവുക. കളിക്കുക എന്നല്ല ഉദ്ദേശം കേട്ടോ. ഗേറ്റൊക്കെ തുറന്നിട്ടിരിക്കുന്ന കാരണം പയ്യെ നൈസായിട്ട് ഓടാനാണ്. ഇനി കുളിക്കാനുള്ള തന്ത്രപ്പാടാണ്. തന്നെ തോർത്തൊക്കെ എടുത്ത് കുളിക്കാനായിട്ട് പോവുകയാണ്. കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴാണ് ബഡ്സ് കണ്ടത്. ബഡ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ബഡ്സ് എടുത്ത് ചെവിയിൽ തന്നെയൊക്കെ ഇടും. അത് കാരണം ഞാൻ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ബഡ്സൊക്കെ എടുത്ത് ഡാൻസ് കളിയൊക്കെയാണ് പുള്ളിക്കാരിക്ക്. അത് കഴിഞ്ഞ് തന്നെ ബഡ്സ് ഇടാൻ നോക്കുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ വലിച്ച് വാങ്ങിച്ചെടുത്തു കേട്ടോ. ഇനി ഡ്രസ്സ് ഇടാനുള്ള കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേക്കും സമയം 10-12 ആയി. ആക്കൊന്ന് ഉറങ്ങണം. അപ്പോൾ അതിനുള്ള വാശി കേട്ടോ അപ്പോൾ കാണുന്നത്. അപ്പോൾ മുടിയൊക്കെ കൊടുത്തിട്ട് ചീപ്പൊക്കെ എടുത്ത് കളയുക. അപ്പോൾ ദേ പുറത്തേക്ക് നോക്കി നിൽക്കുക. നല്ല മഴയുണ്ട്. അപ്പോൾ മഴയെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ആൾ. ഉറക്കം വന്ന് തൂങ്ങിട്ടോ. നല്ല മഴയാണ്. അപ്പോൾ ആളിങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഏത് ക്ലിപ്പാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ദേ ഒരു മഞ്ഞ ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിലെടുത്ത് തന്നു. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് കുത്തിക്കൊടുക്കുവാണ്. യൂണിക്കോണിൻ്റെ പോലത്തെ ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് തലയിൽ പയ്യെ കുത്തിക്കൊടുത്തു. അപ്പോൾ എന്നിട്ടും വാശിയാണ്. ആൾക്ക് ഉറങ്ങേണ്ട സമയമായി. അപ്പോൾ ആൾക്ക് ഉറക്കം വന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, തൂങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആൾ ഇനി രക്ഷയില്ലാന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പയ്യെ നൈസായിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പയ്യെ കിടന്നു ഉറക്കം വന്നിട്ട്. അങ്ങനെ ഈവാടെ ഉറക്കത്തിനുള്ള സമയമായി. പയ്യെ ഉറക്കത്തിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ
രാവിലത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യേണ്ട കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. നിങ്ങളത് ക്ഷമിക്കണം. അടുത്തതിൽ ശരിയാക്കും. ടാറ്റാ ബൈ. ഓക്കേ.